ഹലോ ഗൈസ്, അടുത്തൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പോർക്ക് കറിയാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ അതിന് വേണ്ട സാധനങ്ങളെന്ന് നോക്കാം. അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കിയ 1 കിലോ പോർക്കാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ 2 വലിയ സവാള വേണം. അതുപോലെ തന്നെ 2 ചെറിയ തക്കാളി വേണം നമുക്ക്. പിന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു 4-5 ചെറിയുള്ളിയും ആവശ്യത്തിന് വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വേണം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി മുറിച്ചതും നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് കുറച്ച് കറിവേപ്പില വേണം. 2 പച്ചമുളകും വേണം. ഇനി ഇതെങ്ങനെയാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ പോർക്ക് അതിലോട്ട് ഇടാം. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് മാറ്റി സവാള എന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇടാം. ബാക്കി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അപ്പോൾ അത് കുറച്ച് അവിടെ വെക്കാം. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും നമുക്ക് അതിലോട്ടിടാം. ഇനി എടുത്തു വെച്ച കറിവേപ്പില പച്ചമുളകും നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് എടുത്തു വെച്ച പൊടികൾ ചേർക്കാം. 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ആദ്യമായിട്ട് ഇടുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. അതുപോലെ 1.5 ടീസ്പൂൺ മീറ്റ് മസാലയും നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു 7 വിസിലിന് വേവിച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം നമുക്ക്. ഇനി 7 വിസിലിന് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെക്കാം. അത് ചൂടായി കഴിഞ്ഞിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കാം നമുക്ക് ആവശ്യത്തിന്. എന്നിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും മുറിച്ച് വെച്ചത് അതിലോട്ടേക്ക് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും നമുക്ക് അതിലോട്ടേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് കുറച്ച് സമയം നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചെറിയുള്ളി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴന്ന് വരുന്നവരെ, ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളി നന്നായിട്ട് ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് വേവിച്ച് വെച്ച പോർക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. നല്ലപോലെ വെള്ളമൊക്കെ വറ്റിച്ച് നല്ലോണം വരട്ടിയെടുക്കാം നമുക്കിനി. അങ്ങനെ നമ്മളെ പോർക്ക് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ടും ചെയ്യുക.